ഹലോ ഫ്രണ്ട്സ്, ഇതാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ബിണ്ടി എന്ന് ഹിന്ദി പറയും, ലേഡീസ് ഫിംഗർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുക. ഇത് വെണ്ടയ്ക്ക കഴുകിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും അരിഞ്ഞ് കളഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിയാം. ഞാനിപ്പോൾ ഇച്ചിരി ഈ വലുപ്പത്തിൽ, എനിക്ക് ഇച്ചിരി വലുപ്പമുള്ള വെണ്ടയ്ക്ക ഇഷ്ടം. ഇത് ഉണ്ടല്ലോ ഇങ്ങനെ കുറുകുറാന്ന് അരിയുന്നതെന്ന് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതെന്താ ഇതിൻ്റെ അകത്ത് ഈ ചുമന്നുള്ളി ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ചുമന്നുള്ളി. ഈ ചുമന്നുള്ളി എന്താണെന്നറിയോ, നമ്മൾ വീട്ടിൽ ഒന്നിച്ച് വാങ്ങിക്കുമ്പം ഒരു അര കിലോ വെച്ച് ചുമ്മാ ഇരിക്കുമ്പം തൊലി പൊളിച്ചെടുത്തിട്ട് കഴുകി ഫ്രിഡ്ജിനകത്ത് ഒരു എടുത്തേക്കകത്തിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ കേടാകാതിരിക്കും. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കറിക്കകത്തിടാം. കുത്തിയിരുന്ന് പൊളിച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് പൊളിച്ച് വെക്കണം. ഈ ചെറിയ ഉള്ളി മുറിക്കുകയൊന്നും വേണ്ട. മണ്ടയും മൂടും കളഞ്ഞിട്ട് ഇങ്ങനെ മൂട് ചെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. മണ്ട ചെത്തിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് മുഴുവനെ വെച്ചേക്കണം. എന്നിട്ട് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ വാരി അങ്ങിടണം. എന്നിട്ട് ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കണം. എന്നിട്ടൊന്ന് കഴിച്ച് വെക്കണം. ഉള്ളി ഒത്തിരി വൈകാതെ തിന്നുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങാറാകുമ്പോഴാണ് അതിനകത്ത് ചേർക്കുന്നത്. കാരണം ഉള്ളി അധികം വെന്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഒത്തിരി മൂപ്പിക്കരുത്. പ്രത്യേകിച്ച് മെഴുക്കുവരട്ടിക്കകത്തൊക്കെ ഇടുമ്പോൾ നമ്മൾ സാമ്പാറിനകത്തൊക്കെ എല്ലാം നന്നായിട്ട് വേവിക്കുന്നുണ്ട്. അപ്പം ചുമന്നുള്ളി കഴിക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം വെണ്ടയ്ക്ക അങ്ങനെ അരിഞ്ഞിട്ട് അതിനകത്ത് ഉള്ളി, പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടാം. ഞാൻ അതിനകത്ത് കുറച്ചിട്ടുണ്ട്. ഒത്തിരി എരി ഇടത്തില്ല, എന്നാലും മുളക് പൊടിയൊന്നും മാരി ഇടല്ലോ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കും. പച്ചമുളക് അരിഞ്ഞിടണം. പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് പൊളിച്ച് വെച്ചേക്കണം. അരിയണം. പിന്നെ കരിയാപ്പില, അത് വറുത്ത് കരിയാപ്പില ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു തവണ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ തുറന്ന് വെച്ച് മൂപ്പിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മൂത്ത് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യും. ചിലർക്ക് നന്നായിട്ട് മൂക്കുന്ന ഇഷ്ടം, ചിലർക്ക് കുറച്ച് മൂത്താൽ മതി. അപ്പോൾ അതനുസരിച്ച് മൂപ്പിച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കണം. ഇച്ചിരി മോരോ പിന്നെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കുത്തിരിച്ചാറാണ് വെക്കുന്നത്. എനിക്ക് ഷുഗറുള്ളതുകൊണ്ട് വെള്ളരി കഴിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ മട്ടേരിയാണ്, ഇവിടുത്തെ മലയാളിക്കടയിൽ നിന്ന് മേടിച്ചത്. അപ്പം ഇതും ചോറ് വെച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എടുത്ത് ശകലം തൈരും ഇച്ചിരി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ആഹാരം സൂപ്പറാണ്. ഡയറ്റിങ്ങും ആവും, ഷുഗറിനുള്ള ഫുഡും ആവും. വെണ്ടയ്ക്ക ഷുഗറുള്ളവർക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കഴിച്ച് ഡയറ്റിങ് ചെയ്ത് ഒരുപാട് മരുന്ന് കഴിക്കാതെ നമുക്ക് ശരീരമൊക്കെ സൂക്ഷിക്കാൻ നോക്കാം. ഒത്തിരി മരുന്ന് കഴിക്കുന്ന ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വെജിറ്റബിളൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് പറയണം എന്നോട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിനകത്ത് നിങ്ങൾ തേങ്ങാപ്പൂളൂടെ അരിഞ്ഞിടുവാണെങ്കിൽ ഒന്നാന്തരമായിരിക്കും. ഞാൻ തേങ്ങാപ്പൂളൊന്നും ഇട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുക, പിള്ളേർക്കും കൊടുക്കുക, പ്രായമുള്ളവർക്കെല്ലാം കൊടുക്കണം കേട്ടോ. ഓക്കെ, ബൈ.